അത്യാവശ്യം ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന മലയാളികൾക്ക് ആർക്കും മുഹമ്മദ് സനാനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പുള്ളി റിലയൻസ് ഫൗണ്ടേഷൻ്റെ ഡെവലപ്മെൻറ്റ് ലീഗിൽ നടത്തിയ പ്രകടനവും അവർക്ക് വേണ്ടി നടത്തിയ പെർഫോമൻസും അല്ല ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വളരെ വലിയ പ്രതീക്ഷകളാണ് നൽകിയിരിക്കുന്നത്. ഭാവി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പതാകവാഹകനാകാൻ മാത്രം ശേഷിയുള്ള പുതിയൊരു മലയാളി താരം എന്ന് മുഹമ്മദ് സനാനെ ആരെങ്കിലും വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും എഴുതിത്തള്ളാനും പറ്റത്തില്ല. കഴിഞ്ഞ സീസണിലൊക്കെ ജംഷഡ്പൂരിന് വേണ്ടി വളരെ മികച്ച പ്രകടനം സനാനിൽ നിന്നും ഉണ്ടായി. ഇപ്പം ജംഷഡ്പൂർ ചർച്ചിൽ ബ്രദേഴ്സുമായിട്ട് മെർജ് ചെയ്തതിന് ശേഷം, മെർജ് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റത്തില്ല, 100 രൂപയ്ക്ക് അവരെ ക്ലബിനെ വാങ്ങി. അവിടെ എത്തിയതിനു ശേഷം മുഹമ്മദ് സനാൻ ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ താരമായിരിക്കുമെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത്. എങ്കിൽ പോലും നേരത്തെ തന്നെ മുഹമ്മദ് സനാന് വേണ്ടി ഒരു വല വീശിയിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാൾ. വീണ്ടും അദ്ദേഹത്തിനെ സ്വന്തമാക്കാനുള്ള നീക്കത്തിലാണ് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ചർച്ചിൽ ബ്രദേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഈസ്റ്റ് ബംഗാൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിൻ്റെ അത്രയും വരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ചർച്ചിൽ അലിമാവോ പുതുതായിട്ട് കുറേ ഫണ്ടിങ്ങും കാര്യങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈസ്റ്റ് ബംഗാളിൻ്റെ ലെഗസി, ഈസ്റ്റ് ബംഗാൾ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇഷ്യൂ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഈസ്റ്റ് ബംഗാളിനെ പോലെ വളരെ വലിയൊരു ലെഗസിയുള്ള ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്താണ്. ചർച്ചിൽ ബ്രദേഴ്സിന് ഓഫർ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഈസ്റ്റ് ബംഗാളിന് ഓഫർ ചെയ്യാനും കഴിഞ്ഞേക്കാം. ഈ ഒരു സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈസ്റ്റ് ബംഗാൾ മുഹമ്മദ് സനാനെ സ്വന്തമാക്കാൻ വീണ്ടും ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങി എന്നുള്ള റിപ്പോർട്ട് എല്ലാവരും പുറത്തേക്ക് വിടുന്ന സാഹചര്യത്തിൽ ഇനി സനാൻ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകാനൊരു സാധ്യത ഉണ്ട്. അത് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും തള്ളിയത്, എന്തിനാ തള്ളിയത് എനിക്കും അറിയത്തില്ല. എന്തോ കൊണോണാന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കാര്യങ്ങൾ ഞാൻ.